പറ്റും നിങ്ങളെ കൊണ്ട് പറ്റൂലപ്പ അതിനെ ഈ സാധനം ഉണ്ടല്ല റിട്ടേൺ തിരിയാൻ പാടില്ല. പെരുന്നാള് കഴിയാനായി എന്നിട്ട് പെരുന്നാൾ മാക്സ് അടിച്ചിട്ടിട്ടില്ല. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഞാനും ബാബു പെരുന്നാൾ ഡ്രസ്സല്ല കേട്ടത്, നമ്മൾ വീട്ടിൽ ഇടാൻ മേടിച്ചിട്ട സ്ഥലമാകും. ഫുഡൊക്കെ സെറ്റ് ആയില്ലേ? ഫുഡ് എല്ലാ കിച്ചണത്തെ എല്ലാ പരിപാടി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ബാബു പള്ളിക്കൊക്കെ പോണ വീഡിയോ, അതുപോലെ തന്നെ പള്ളി രാവിലെ 7:00 നിസ്കാരം. നീ ഇവിടുന്ന് പായണയായ കറക്റ്റ് 1000 പാച്ചിലൊക്കെ തന്നെ ഒറ്റ ഓട്ടോ ഓടുന്നൊക്കെ ഉണ്ട്. അതിന്റെ അടിയില് ഇന്നലെ കുറച്ച് ഉറങ്ങാൻ നേരം വെക്കി, കണ്ണുമുറൊക്കെ ആകെ ഉറക്കത്തിലാണ്. എന്ത് ഉറങ്ങാൻ നേരം വെക്കി അങ്ങനെയൊന്നല്ല. ഞാൻ മൈലാഞ്ചിടാ ഇരുന്നപ്പോ ആള് പറഞ്ഞു എനിക്ക് മൈലാഞ്ചിട്ടാൻ ആരും ഇല്ലായിരുന്നു. മാസ്ക് കുറയില്ല, ഞാൻ ഉറക്കത്തിൽ എന്റെ കൈ വിട്ട് ഫുള്ള് മൈലാഞ്ചിട്ട് ഞാൻ ഉറക്കം വെച്ച് തമാശ പറഞ്ഞാണ്. അതില് ഞാൻ കരുതി ഇവിടെ കുറച്ചിട്ടുള്ളൂ, ഫുള്ള് മൈലാഞ്ചിട്ട്. അതില് എന്താണ് 12 മണിയാകുമ്പോഴത്തേനും ഒരു 12:15 ആയപ്പോഴത്തേനും ആള് കിടന്നുറങ്ങിങ്ങനെ. ഈ ഉറങ്ങിക്കണോ? 12:15 1:15 1:30 ഞാൻ ഉറങ്ങിയപ്പോ. ഇല്ല, നമ്മളെ 12:00 ഇവിടെ എത്തണ തന്നെ. എന്നാ എന്തായാലും ആള് ഞാൻ ഉറങ്ങണ എപ്പോഴാന്നറിയോ? 3 മണി. അതുവരെ എനിക്ക് ഈ കജ്മല് പറയാനേ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ കുറേ ആയി ഞാൻ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ വെല്ലനെ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പെരുന്നാളെ നോമ്പ് കഴിഞ്ഞു, പെരുന്നാളായില്ല ബാബോ. എത്ര പെട്ടെന്ന് 30 ദിവസം കഴിഞ്ഞു ആയത്. 29. അപ്പോൾ ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടോ, നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് കരുതുന്നത്. നമ്മളിന്ന് സ്പെഷ്യൽ പായസം ബിരിയാണിയാണ്. നമ്മളെ പെരുന്നാക്കത്തെ എല്ലായിടത്തും അതിനെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സ്പെഷ്യൽ ബീഫുണ്ട്, അത് പിന്നെ എപ്പോഴും ഉള്ളതാണല്ലോ സ്പെഷ്യൽ ബീഫ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. കുറച്ച് നേരം വൈകില്ല ബാബു? ഏകദേശം 12 ആയി. സാധാരണ പെരുന്നാൾക്ക് 10 മണിക്ക് ഫുഡ് കഴിക്കലുണ്ട്. ഇപ്പൊ ഇതിലൊക്കെ പിന്നെ അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഫുഡ് എന്ത്? നെയ്ച്ചോറ് ചിക്കൻ കറി. രാവിലെ ഒന്നും പറയാൻ പറ്റില്ല. രാവിലെ കുഴപ്പമില്ല. ഞാനും പിന്നെ ആ ഒരു ബിരിയാണി തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പം പോയട്ടെ. ബിരിയാണി ഉണ്ടാക്കിയത് നുമ്മേലെ നല്ല സ്പെഷ്യൽ ഐറ്റം ബിരിയാണി ഗൈസ്. അപ്പോൾ ബാബുവിൻ്റെ ബീഫ് ഉണ്ട്, എൻ്റെ പായസം ഉണ്ട്. എൻ്റെ പായസം അവളെ പായസം ഉണ്ട്. എന്താ അങ്ങനെ കലക്കണ്? അതാണ് പണി. പാല് പാരുക, അതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിടുക, ഇങ്ങനെ കളക്കുക. അതാണ് അവളെ പായസം. ബീഫ് ഇടുക, പൊടി ഇടുക, കുക്കർ വെക്കുക. അതന്നെയല്ല എൻ്റെ പൊടിയിട്. കുക്കറിൽ അല്ലാതെ ഇങ്ങനെ ആക്കി ഉണ്ടാക്കിയതൊന്നല്ലോ. കുക്കറിൽ പിന്നെ മറ്റേ 10 പാലും വെക്കാൻ പറ്റും. ബീഫ് അങ്ങനല്ല, ഈസി പണിയല്ലേ, എനിക്ക് പറ്റും. എന്താണ് ബീഫ് ഇടുക, പൊടികളൊക്കെ ഇടുക, തക്കാളി ഇതൊക്കെ ഇട്ടുകാണ്ട് കുഴച്ചിങ്ങാണ്ട് വെക്കുക. എല്ലാവർക്കും പറ്റും. എന്റെ ബീഫ് ഉണ്ടാക്കിട്ടേ അത് പറയണ്ട. പിന്നെ പെരുന്നാളായി പോയി. അന്ന് വയറ്റി നോക്കിന്റെ ഗുളി കുടിച്ചിട്ട് ലാസ്റ്റ് മാറി. അപ്പൊ ഏതായാലും നമ്മൾ ഫുഡ് കഴിക്കട്ടെ, ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം സാധാരണ എനിക്ക് പെരുന്നാൾക്ക് കുളിച്ച് മാറ്റാൻ എനിക്ക് ടോപ്പൊക്കെ ഇടാറില്ല ബാബു. പക്ഷേ ഇപ്രാവശ്യം മാക്സിമം കൂടി ഗൈസ്. നല്ല ചുരുക്കുള്ള മാക്സിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ മാക്സിമം കൂടി എല്ലാവർക്കും എന്താണ് അങ്ങനെ പള്ളി പിരിഞ്ഞങ്ങാണ്ട് വന്ന് പുതിയ ഡ്രസ്സൊക്കെ കൂടിയിട്ടില്ലേ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് എന്ന് പറയാൻ ഒരു പ്രത്യേകിച്ച് നമ്മളങ്ങനെ പോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ബാബു. പക്ഷെ നമ്മൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുള്ളൊരു പ്ലാനുണ്ട്. ഇൻഷാല്ലാ. എന്തായാലും അതിൻ്റെ ഇന്നത്തെ ഒരു കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടത്. ബാബു അങ്ങനെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിക്കൊക്കെ വേണ്ടി ഒരുങ്ങിക്കണം കേട്ടോ. ആള് തുണിയാണ് കേട്ടോ നിസ്കരിക്കാൻ മുമ്പ് എടുത്തിട്ടുള്ളത്. ലുക്ക് ആയിട്ടുണ്ടല്ലോ ബാബു, നല്ല രസമുണ്ട് ഷർട്ട്. എനിക്ക് മുടിയൊന്നും മാറില്ലേ? ഇവിടെ ഫോട്ടോ എടുക്കില്ലാട്ടോ. പെരുന്നാൾക്ക് കാര്യം ഉണ്ടാക്കണ്ടേ? ചില്ലി നല്ല ഡെക്കറേഷൻ ഒക്കെ പണിയിട്ടുണ്ട്. സംഭവം നല്ല രസം കേട്ടോ, ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉമ്മ ഇവിടെ ബിരിയാണി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? അപ്പോൾ ഇത് നമ്മൾ ബിരിയാണി പൊട്ടിക്കണ കാഴ്ച നിങ്ങൾ കാണുന്നത്.
ശക്തമായ കാഴ്ച. അതെ അതെ. ഓ നല്ല ഉഷാറായിട്ട് ദമ്മിട്ട്. അയ്യ മോനെ ഗായ്സ് നമ്മളെ ബിരിയാണി. ബാബു മോളിന് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വാരിക്കളാം. നല്ല വാരിട്ടല്ലേ ചോറ്. പകുതി വേവില്ലല്ലോ അമ്മ അടുത്തത് ദമ്മിട്ട്. മാ നേരത്തെ നിങ്ങളൊക്കെ വെന്തുക്കണോ ചോദിച്ചില്ലേ അതിലിട്ടത്. അങ്ങനെ ബീഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ ഉണ്ടാ. പായസൊക്കെ ചോറ് പണിയാൻ പുതിയ പായസം. അതുപോലെ തന്നെ മോനെ ബാബുവിന്റെ ബീഫ് ഒലറ്റിയത്. ഇറച്ചി കാണാലോ. ഇത് ചമ്മന്തി, അതുപോലെ തന്നെ എന്താ പറയാ തൈര്. അതാർക്കും അറിയില്ല ചമ്മന്തിയാണ്. അറിയില്ല ചമ്മന്തിയാണ്. പൊന്നു മോനെ പറഞ്ഞതാണ്. നമുക്ക് ബാബുവിന്റെ കുറച്ചുള്ളൂ. ബാബുവിന്റെ ബീഫ് കൂട്ടുക. ഇതൊക്കെ അല്ല, സോറി, ബീഫിന് കൂട്ടിയില്ല എന്നുള്ള പരാതി പാടില്ലല്ലോ. അത് നമുക്ക് കുറച്ച് തോനെടുക്കാം. നമുക്ക് ചോറ് തിന്നാം. ചൂടാ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ബാബു ഇപ്രാവശ്യം ഉണ്ടാക്കിയ ബീഫ് കുറ്റം പറയാനൊന്നുമില്ല, രസമുണ്ട്. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാണ് നേരെ മാറ്റി ഇറങ്ങിയിട്ടാ. വീട്ടില് കറണ്ട് ഇല്ലാത്തോണ്ട് മാറ്റണമൊന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ ബാബു. ഞങ്ങളങ്ങനെ ദിലുവിന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം മാരിട്ടുന്നല്ലേ, നമ്മൾ സാധാരണ അതിലെ പോലെ പാപ്പിന്മാർ വയ്യ പോലെ ഇപ്പം നമ്മൾ മാരിട്ട് കൂടെ നേരെ ഇങ്ങനെ ഇരുമ്പൂക്ക് കയറി. അപ്പൊ എന്തായാലും നമ്മൾ ഇനി വീട്ടിൽ പോയി നോക്കട്ടെ. അപ്പൊ ഗൈസ് നമ്മളെ ഔട്ട്ഫിറ്റ് ഒക്കെ കണ്ടു നോക്കിട്ടോ. നമ്മളെ ഔട്ട്ഫിറ്റ് ഒക്കെ മാറ്റണ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ അപ്പൊ വീട്ടിൽ ചെറിയ കറണ്ട് ആ നേരെ കറണ്ട് പോയി ഇരുത്തേനു. ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. റോട്ടിന്റെ നടുവന്നിട്ടാ വീഡിയോ എടുക്കണത്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മളെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ. ഇതാട്ടോ എന്റെ ഔട്ട്ഫിറ്റ്. കുറെ കാലം ഞാൻ പാന്റ് ഉപയോഗിച്ചിട്ട് ഏകദേശം 2-3 വർഷം ഉണ്ടാവും ഇതിലും അല്ലെ. 2 വർഷം എന്തായാലും ആയി ഉണ്ടാവും കേട്ടോ. കുറെ ആൾക്കാരെ പരാതി തരും, എന്താ ബാബു പാന്റ് ഉപയോഗിച്ച്, എന്താ ബാബു പാന്റ് ഉപയോഗിച്ച്. കമന്റ് ബോക്സിൽ കുറെ പേര് വന്നിട്ടുണ്ട് കമന്റ് ബോക്സിൽ നിന്നാണ് എന്താ പാന്റ് ഉപയോഗിച്ച്, എന്താ പാന്റ് ഉപയോഗിച്ച്. ഒരുപാട് വണ്ടി പോകുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ വലിയ റോട്ടുമ്മ കടന്ന് ഉള്ളാക്കിടുന്നത്. അപ്പൊ ഞങ്ങളതിൽ വീട്ടിലേക്ക് പോകേണ്ട ബൈക്കിലാണ്. അപ്പൊ എങ്ങനെയുണ്ട് കേസ്? അപ്പൊ എല്ലാവരും കമന്റ് അടിക്കുക, എങ്ങനെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. ഞാൻ എന്തായാലും ഒന്ന് ഷോപ്പിംഗ് ചെയ്യുന്ന ടൈമിൽ ബാബുവോ ജീൻസ് ഇട്ട് റീൽ ഇട്ടില്ലേന്നോ, ആ ടൈമിൽ കുറെ പേര് പറയണ്ടേന്ന് ബാബുവിന് ജീൻസ് നല്ല രസം ഇട്ടിട്ട് എന്നുള്ളത്. അപ്പൊ ഇനി ഒരു എല്ലാവർക്കും ഒരു പരാതി കൂടി, എന്റെ തടി കുറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്. നല്ല കളിയാക്കി ഒരുപാടൊക്കെ പറയുന്നുണ്ട്, നല്ലതും പറയുന്നുണ്ട്, തടി കുറഞ്ഞിട്ടുണ്ട്, നല്ല സെറ്റ് ആയി കയറും. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട്. ഏകദേശം ഇപ്പൊ റമളാൻ കഴിഞ്ഞ് അപ്പൊ ഒരു 1 വീക്ക് കൊണ്ട് നമ്മൾ ഡയറ്റ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മള് പ്രാർത്ഥിക്കുക അതിൻ്റെ അടിയിൽ എന്തെങ്കിലും പരിക്ക് വരാതെ, വേറെ അസുഖം വരാതെ അങ്ങനെ പോയാൽ സെറ്റാവും. സാധാരണ എങ്ങനെ ഉണ്ടായില്ലാല് ഞാൻ ആദ്യമൊക്കെ ഒരു വർഷം കൂടുമ്പോൾ ഡയറ്റ് എടുക്കലുണ്ട്. പക്ഷെ എന്തെങ്കിലും അസുഖം വരും. എന്താ പറഞ്ഞേ, ഡയറ്റ് വരല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 1 വീക്ക് കൊണ്ട് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും അല്ല ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ഒരു പ്ലാൻ ഞാൻ റമളാൻ മാസം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കരുതിയിട്ടുണ്ട്. നമ്മൾ മഞ്ചേരി നമ്മളെ മുജീബ് മാസത്തെ ഞാൻ സാധാരണ ഡയറ്റ് പോലെ കേട്ടോ, മറ്റേ ജിമ്മിന്റെ പേരും മറന്ന്, ജിം വേൾഡോ ഫിറ്റ്നസ് വേൾഡ്. അപ്പോൾ മുജീബ് മാസത്തെ നമ്മൾ പോലെ. അപ്പോൾ ഏതായാലും അവിടെ നമ്മൾ 1 വീക്ക് കൊണ്ട് നമ്മൾ പോകും ഇൻഷാ അല്ലാഹ്. മാഷ ആട്ടുകാരൻ പറഞ്ഞ് ഞാനിങ്ങനെ പോകും. ഇപ്പോൾ കുറച്ച് കാലമായി പോയിട്ട് ഒന്നാമത് തരാം എന്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പരിക്കും കാര്യം വരും. അപ്പോൾ അതിൽ നിർത്തും, പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രിപ്പ് ഉണ്ടാകണ്ടേ കൂടെ നമ്മൾ എന്തായാലും 3 മന്ത് ഡയറ്റ് പ്ലാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, സെറ്റാക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ അതെ ഗൈസ്, ഞാൻ സാധാരണ പെരുന്നാളാവുമ്പോൾ ചുരിദാറാണ് വാങ്ങാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ സ്കേർട്ടും ടോപ്പൊക്കെ ഗൈസ്. എല്ലാവരും
എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം. എന്തായാലും നമ്മളുടെ ഇതാണ്. ഞാൻ സ്കേർട്ടിന്റെ അതിൻ്റെ അടുത്ത് ഒന്നുണ്ട്, പക്ഷെ ഇത് വേറൊരു ടൈപ്പ് സ്കേർട്ടാണ്. എനിക്ക് കണ്ടപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടോ പെട്ടോക്കിയതാണ്, അല്ല എടുത്തതാണ്. ഇടൊക്കെ എന്താണ് ബാബു വീട്ടിക്ക് പോവാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ബാബു പാൻറ് ഇട്ടോ. പാൻറ് ഇടണോ വീട്ടിക്കോ? അപ്പം മടി, കുറേ കാലത്തിന് ശേഷമല്ലേ പാൻറ് ഇടണം, അപ്പം ഭയങ്കര മടി. പിന്നെ അവിടെ പോയിട്ട് എല്ലാവരും റിയാക്ഷൻ കുറേ കാലത്തിന് ശേഷം ബാബുവിന് പാൻറ് കാണുമ്പോൾ ബാബു പാൻറ് ഇട്ടോ വൈകും. അപ്പം എന്തായാലും ഗൈസ് ഇതാണ്ട് ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അയ്യോ ഇത് ബിന്ദു വാങ്ങി തന്നു. അപ്പം ഞാൻ എൻ്റെ ചെരുപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇത് എനിക്ക് ബിന്ദു വാങ്ങിച്ചു തന്ന ചെരുപ്പായിരുന്നു. അതാ വേറെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞങ്ങൾ ഡ്രസ്സ് എടുത്തു വന്നപ്പോൾ ഒരേ ഒരു കോമ്പിനേഷൻ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലെത്തി. അപ്പൊ ഒന്നും കൂടി എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് എല്ലാവർക്കും വീഡിയോ കാണും എല്ലാവർക്കും നമ്മളൊന്നും കൂടി ഈദ് മുബാറക് അറിയാണ്. ഒന്നാമത് നമ്മള് ഫുഡ് കഴിച്ച് നേരൊക്കെ പോയി കിടന്നു ഇറങ്ങില്ലോ, അതുണ്ടായത് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് സംഗതിയൊക്കെ പാളി. നമ്മളൊരു കണ്ടന്റ് എടുത്തുകൊണ്ട് പിന്നെ നേരെ പോയി കടന്നുറങ്ങി. അപ്പൊ എന്തായാലും കഴിച്ച് നമുക്ക് വീട്ടിൽ പോയേക്കാം. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ഒരുപാട് വണ്ടിക്കാർ ഇതിൽ പോകണ്ടിട്ടോ. എല്ലാരും എന്താ ഇതുപോലെ പരിപാടി, റോട്ടുമ്മക്കാട് ഉള്ളാകട്ടെ ഒരു പരിപാടി ഇതില്ല പെരുന്നാൾക്ക്. നമ്മള് പെരുന്നാൾ സത്യം പറയണേ ഞങ്ങള് പെരുന്നാൾക്കത്തെ പ്ലാൻ ഒന്നും ആയിട്ടില്ലല്ലോ ബാബു. നമ്മളൊന്നും എന്താ പറയാ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. ഏകദേശം 4 മണി ആയിട്ട് വാസറാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെരി പോയട്ടെ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്റെ അപ്പ എപ്പം നോക്കിയാലും ഇങ്ങനെ സെക്സി ബോഡി ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഒരു പനി എടുത്തിട്ടൂടപ്പാ അവിടെ ചോദിക്കണത്. ഇപ്പൊ എന്താ പെണ്ണുങ്ങൾക്കുള്ള മാക്സിക്കുള്ള എന്താ പറയാ മെഷീന് നേരാക്കിക്കൊണ്ടിരിക്കാണ്. പണ്ടത്തെ എന്താണ് ട്രൈലറാണ്. ഉമ്മച്ചിയാ ദിൽഷാൻ എന്താ പണി? പെരുന്നാളൊക്കെ ആയിട്ട് എന്താ പരിപാടി? എങ്ങനെ മമ്മി പായസം കൊണ്ടെത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടിക്കണതേ ഞങ്ങൾക്കൊക്കെ പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റൂലപ്പാ. അതിനെ ഈ സാധനം ഉണ്ടല്ല റിട്ടേൺ തിരിയാൻ പാടില്ല. പിന്നെ തന്നെ ഇടയ്ക്ക് ഇത് എണ്ണ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടേ ഇതെന്താ ഈ സാധനം ഇതൊക്കെ ടൈറ്റ് ആയി കിടക്കും. ഇതിങ്ങനെ ആക്കുമ്പോഴുണ്ടല്ലോ എന്തെന്നാ അങ്ങനെ കേടുന്ന മെഷീൻ നമ്മുടെ ഡാഡി ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇമ്മനെ അത്ഭുതപ്പെട്ടു എങ്ങനെ നേരാക്കി. നിന്റെ പായസം എടുത്ത് കുടിച്ചേച്ചി ഒന്നിടുവേ. ഉണ്ടാക്കിട്ട് ഉള്ളതില്ലേ വെറുതെ ഒന്നല്ലല്ലോ, അങ്ങക്ക് പറ്റൂലല്ലോ ബിരിയാണി, അതുകൊണ്ടല്ലേ കുടിച്ചു തന്നെ കേട്ടോ. എനിക്ക് വേണം, ഞാൻ കുടിച്ചിട്ടില്ല കേട്ടാ. മതി ബാബ എനിക്ക് തവണ അതോ കഴിഞ്ഞി. പെരുന്നാള് കഴിയാനായി, എന്നിട്ട് പെരുന്നാൾ മാക്സ് അടിച്ചിട്ടിട്ടില്ല അല്ലമ്മാ. നമുക്കൊരു കോടി ലോട്ടറി അടിക്കാൻ പോവാം. ഇപ്പ നിങ്ങളെ മിസ്സിനെ നന്നാക്കി കൊടുത്തേ. ഞാൻ ഭരതനാട്യത്തിന്റെ ഡ്രസ് അടിച്ചിരുന്ന ആളാ. എങ്ങനെ എങ്ങനെ ഭരതനാട്യം കേട്ടിട്ടുണ്ടോ? ആ പൽപ്പനങ്ങാടി കേട്ടിക്കണ്. ഭരതനാട്യത്തിനോ കുച്ചിപ്പുടിന്റെ കട മോഹിന്റെ ഡ്രസ് അതിന്റെ ഡ്രസ് അടിച്ചിരുന്ന ആളെ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. എന്റെ പാപ്പ എല്ലാവരും അടിക്കാറ്. നീയൊക്കെ ജനിക്കാൻ വിചാരിച്ചിരിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. എന്റെ ഒരു 10-20 വയസ്സുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. മണ്ണാരമാതാന്റെ അടിയിൽ പഠിക്കാൻ പോയത് ആളെ ചവിട്ടിക്കൂട്ടുള്ളവര് അന്നുണ്ട്. മോട്ടറടിക്കലും കുറച്ച് ബീഫും ചോറ് പഠിപ്പിക്കൂലേ. എനിക്ക് 24 മണിക്കൂർ തിന്നാന്നുള്ള ഒറ്റ പണിയോടോ ഒന്നും അതൊന്നും എടുത്ത് ഓഫാക്കി വെച്ച് നോക്കിയത്. ഗായ്സ് 2ാമത്തെ പ്രാവശ്യം ഇവിടുത്തെ കട്ടില് പൊട്ടിച്ച്
ഇതോടെ ഈ സാധനം ഇവൻ കാരണം മനുഷ്യന് വീട്ടിലൊരു കട്ടിലുമ കിടക്കാൻ പറ്റിയ ബെഡ് നിലത്തിട്ടിട്ട് കിടക്കണം. രണ്ടാമത്തെ പ്രാവശ്യമാണ് ചാടുക പൊട്ടിക്ക. അങ്ങനെ ഗൈസ് നമ്മളുടെ ഈദ് വ്ളോഗ് ഇത് അവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് പെരുന്നാൾ വെച്ചിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോട് പോകലും കാര്യങ്ങളും ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാണ്. സാധാരണ ഞങ്ങൾ പെരുന്നാക്കാണെങ്കിൽ ഒറ്റക്കാണെങ്കിൽ നമ്മൾ ജിമ്പിൽ മറ്റേ ട്രൈപോഡ് വെച്ചിട്ടാണ് എടുക്കല്. പക്ഷെ അത് മറ്റേത് പൊട്ടിപ്പോയി ലാഭം പൊട്ടിപ്പോയി. ഫോട്ടോ എടുക്കുന്നത് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടതിലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ യൂട്യൂബ് ചാനൽ 2 lakhs സബ്സ്ക്രൈബ് ഫാമിലി ആവാൻ വേണ്ടി പോവാണല്ലോ ബാബു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതിന്റെ അപ്പത്തെ ബെൽമണി കുത്തിപ്പിടിക്കുക. അപ്പൊ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.